മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനലായ ഏജനെറ്റ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് മലയോരത്തിലെ തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള നമ്മുടെ സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ SLCയിൽ മികച്ച മിന്നും വിജയം 100% വിജയം നമ്മുടെ ഈ സ്കൂൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിജയത്തിന് പങ്കാളികളായ ഒരു പറ്റം വിദ്യാർത്ഥികൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാം. അവരുടെ ഭാവിയിലെ അവരുടെ അംബിഷനും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അവരെ നമുക്ക് ഒരു പരിചയപ്പെടാം. അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ബാ. ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ കടത്തുംകടവുള്ള സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വരാൻ കാരണമുണ്ട്. നമ്മുടെ മലയോര മേഖലയിൽ ആദ്യം മുതലേ ഉള്ള ഒരു സ്കൂളാണ് നമ്മുടെ ഈ സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അപ്പോൾ ഈ വർഷം 2023-24 വർഷത്തിലെ മികച്ച വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഉള്ളത്. 53 കുട്ടികൾ എക്സാം എഴുതിയിട്ട് അതിൽ 100% വിജയം ആണ് നമ്മുടെ കടത്തങ്കടവ് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. അതിൽ മികച്ച വിജയം നേടിയ കുട്ടികൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ മോളെ പേര്? ലിയോണ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ ഈസി ആയിരുന്നു. A+ ഒക്കെ ഫുൾ A+ ഉണ്ട്. ഫുൾ A+ ആണ്. നമ്മളെ വീട് എവിടെയാണ്? കരിക്കോട്ടക്കരി. എങ്ങനെയുണ്ട് നമ്മുടെ സ്കൂളിന്റെ അന്തരീക്ഷം? സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് നല്ല ഫ്രണ്ട്ലി ആണ്. ഏത് ഡൗട്ട് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവരെല്ലാം നമുക്ക് പറഞ്ഞു തരും. പിന്നെ സ്കൂളിൽ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാൻ പറ്റി. പിന്നെ അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ലതാണ്. ക്യാരക്ടറൊക്കെ നന്നായിട്ട് മെച്ചപ്പെടുത്താൻ പറ്റും. ഇവിടെ ഹൈസ്കൂളിൽ മുതലാണോ മോൾ ഇവിടെ വന്നത്? ഹൈസ്കൂളിൽ മുതലാണ് വന്നത്. ഉഷാറാണ്, കുഴപ്പമില്ല, ഗംഭീരാണ്. എന്താണ് ഇവിടെ ഇനി വരുന്ന കുട്ടികളോട് പറയാനുള്ളത്? ഇനി വരുന്ന പിള്ളേരോട് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ അങ്ങനെയാണ്. ഓക്കെ. എന്താ മോളെ പേര്? ആഞ്ചലീന. എവിടെ വീട്? ഉളിക്കല്. എത്ര A+? ഫുൾ A+ ആണ്. എങ്ങനെ നമ്മുടെ ഈ സ്കൂളിന്റെ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ? സ്കൂളൊക്കെ നല്ലതാണ്. ടീച്ചേഴ്സൊക്കെ ഫ്രണ്ട്ലി ആണ്. നല്ലോണം പഠിക്കാൻ പറ്റും. ക്യാരക്ടറൊക്കെ ബിൽഡ് ചെയ്യാൻ നല്ലതാണ്. എങ്ങനെ ഈ SLCക്ക് ഫുൾ A+ കിട്ടിയപ്പോൾ ഉള്ള ഒരു സന്തോഷം? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്താണ് മോളുടെ അംബിഷൻ? എനിക്ക് നേഴ്സിംഗ് ആകണമെന്നാണ്. നേഴ്സാണ്. അപ്പോൾ ഭാവിയിലെ വാഗ്ദാനമായി നമ്മുടെ നേഴ്സാണ് നമ്മുടെ ഉളിക്കലുകാരി. എന്താ നമ്മളെ പേര്? എങ്ങനെയുണ്ട് നമ്മുടെ എക്സാമും കാര്യങ്ങളും റിസൾട്ടും? എക്സാം ഒക്കെ എളുപ്പമായിരുന്നു. ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എക്സാം വളരെ ഈസി ആയിരുന്നു. നമ്മുടെ സ്കൂള് എങ്ങനെ നമ്മളെ കടത്തങ്കടവ് ഇവിടെ വന്നിട്ട് 12 വർഷമായി ഇവിടെ പഠിക്കുന്നു. 12 വർഷം ചെറുപ്പം തൊട്ടിവിടെ തന്നെയായിരുന്നു. നല്ല സ്കൂളാണ്. കുട്ടികൾക്കെല്ലാം നല്ല ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഗ്രേഡ് വാങ്ങാനും സ്വഭാവം രൂപീകരിക്കാനും നല്ലൊരു സ്കൂളാണ്. അപ്പോൾ ഇനി വരുന്ന നമ്മുടെ അനിയന്മാരോട് എന്താ പറയാനുള്ളത്? ഇവിടെ വന്ന് പഠിക്കുക. ഓക്കെ. എന്താ നമ്മളെ പേര്? സി ആഗ്നസ്. എവിടെ വീട്? തന്തോട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്കൂളും? നല്ല തന്നെ. നമ്മൾക്ക് ഇവിടെ ഡിസിപ്ലിൻ നല്ല ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കുന്നതിൽ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ. ഫുൾ A+. ഏറ്റവും കടപ്പാട് ആരോടാണ്? ടീച്ചേഴ്സിനോട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും കൂടിയാണ് എന്നെ പഠിപ്പിച്ച്. 12 വർഷമായിട്ട് ഇവിടെ LKG മുതൽ 12 വർഷമായി. അപ്പോൾ നമ്മളെ വളർന്നു വരുന്ന അനിയന്മാരോട് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങോട്ട് വരുന്ന അനിയന്മാരോടും അനിയത്തിമാരോടും എന്താ നമുക്ക് പറയാനുള്ളത്? ഇവിടെ വന്ന് പഠിക്കുക. സ്കൂളിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സ്കൂളിനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. പിന്നെ എന്നാ പഠിപ്പിക്കുന്നതിൽ നല്ലോണം മികച്ചു പഠിപ്പിക്കും. അപ്പോൾ നല്ല അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഈ കടത്തങ്കടവ് സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭാവിയുടെ വാഗ്ദാനങ്ങളുള്ള മക്കൾ ഇവിടെ നിരന്ന് നിൽക്കുകയാണ്. എന്താ മോളെ പേര്? ആൻലിയ. മോളെ വീട് എവിടെയാണ്? പൈഞ്ചേരി. മോള് റിസൾട്ട് ഫുൾ A+ ആണ്. അപ്പോൾ ഇവിടെ എത്ര വർഷമായി ഇവിടെ പഠിക്കും? 12 വർഷമായി. LKG മുതൽ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ സ്കൂളും അന്തരീക്ഷവും? സ്കൂള് നല്ല, ടീച്ചേഴ്സ് എല്ലാം നല്ലതാണ്. നമുക്ക് ഈ ടെൻഷനൊന്നും ഇല്ലാണ്ട് അവരെപ്പം കൂളാക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എക്സാമിന്റെ സമയത്തായാലും ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഫുൾ A+ നേടാൻ കഴിഞ്ഞത്. അതെ. ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ വിഷയം ഏതായിരുന്നു? ഫിസിക്സ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഓക്കെ ആക്കി. റിസൾട്ട് വന്നപ്പോൾ ഞെട്ടി. അംബിഷൻ എന്താണ്? നഴ്സിംഗ്. അപ്പോൾ ഭാവിയുടെ അടുത്ത നേഴ്സുമാണ് നമ്മൾ കടത്തങ്കടവ് ഇപ്പോൾ പഠിച്ചിറങ്ങിയിരിക്കുന്നത്. എന്താ മോളെ പേര്? ഷിസ. എവിടെ വീട്?
പയഞ്ചേരി ഫുൾ A+ ആണ്. ആ ഫുൾ A+. എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്കൂളും അന്തരീക്ഷമൊക്കെ? സ്കൂളൊക്കെ അടിപൊളിയാണ്. ടീച്ചേഴ്സൊക്കെ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് പോലും എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ഡിസിപ്ലിൻ എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇവിടെ പഠിച്ചിറങ്ങുമ്പം ഒരിക്കലും നമുക്കൊരു വിഷമം തോന്നില്ല. ഭയങ്കര അത്രക്കും നല്ല നല്ല അനുഭവങ്ങൾ പകർന്നു തന്നിട്ടുണ്ട്. എന്താണ് അംബിഷൻ? അംബിഷൻ ഡോക്ടർ. ഓ, നമ്മുടെ അടുത്ത ഡോക്ടറാണ്. നമ്മളെ പയഞ്ചേരിയിൽ നിന്ന്, നമ്മളെ കടത്തുകടവ് സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഫുൾ A+ നേടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഡോക്ടറാണ്. എല്ലാവിധ ആശംസകൾ ഏജന്റ് നേരുകയാണ് കേട്ടോ. അപ്പോൾ നഴ്സുമാരും ഡോക്ടർമാരുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ എന്താ നമ്മളെ പേര്? ആര്യയുടെ വീട് ചന്തലോട്. ഇവിടെ എത്ര വർഷമായി? 12 വർഷമായി. അപ്പോൾ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുണ്ട് നമ്മുടെ സ്കൂളായിട്ടല്ലേ. എങ്ങനെയുണ്ട് നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ? അടിപൊളിയാണ്, നല്ലതാ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? ഈസി ആയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഞെട്ടിയോ? ഞെട്ടി. എത്ര A+ കിട്ടുമെന്ന് ആദ്യം വിചാരിച്ചു? അങ്ങനെയൊന്നുമില്ല, നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. 10A+ കിട്ടി. എങ്ങനെ ഇവിടുത്തെ അധ്യാപകരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ സപ്പോർട്ട്? അധ്യാപകരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇവിടുന്ന് ഡിസിപ്ലിൻ നന്നായിട്ട് പഠിക്കാൻ പറ്റി. പിന്നെ ലാംഗ്വേജസ് ഒക്കെ ഇംഗ്ലീഷൊക്കെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. നല്ല സ്കൂളാണ്. ഇപ്പോൾ ടീച്ചർമാർക്കൊക്കെ ഒരുപാട് കടപ്പാടുണ്ട്. നല്ലോണം ഉണ്ട്. ടീച്ചർമാരുടെ പ്രയത്നം കാരണമാണല്ലോ നമുക്ക് ഫുൾ A+ കിട്ടിയത്. 100% വിജയം കിട്ടിയത് അതുകൊണ്ടാണ്. എന്താണ് മോളുടെ അംബിഷൻ? എനിക്ക് TTCക്ക് പഠിപ്പിക്കാനാണ് ഉദ്ദേശം അല്ലേ? അപ്പോൾ ഭാവിയിൽ ഒരു ടീച്ചർ കണ്ടു. നേഴ്സ് കഴിഞ്ഞു, അത് ഡോക്ടർ കഴിഞ്ഞു, ഇപ്പോൾ ടീച്ചർമാർ വന്നിരിക്കുകയാണ്. എന്താ നമ്മളെ പേര്? റിസ ഫാത്തിമയുടെ വീട് ഇരട്ടിയില് നേരമ്പോക്കറ. ഇവിടെ എത്ര വർഷമായി നമ്മുടെ സ്കൂളിൽ? 12 വർഷം. എങ്ങനെയുണ്ട് നമ്മുടെ സ്കൂൾ അന്തരീക്ഷമൊക്കെ? ബുക്കിലുള്ള കാര്യങ്ങളല്ലാണ്ട് ജീവിതം കൂടി പഠിപ്പിക്കണമെന്നാണ് എടുത്ത ഇത്. പിന്നെ ഇതുവരെ പഠിച്ചിട്ട് ഈ സ്കൂളിൽ നിന്ന് പോകണമെന്നൊന്നും തോന്നിയിട്ടില്ല. 12 വർഷമായിട്ട് ഈ സ്കൂളിൽ നല്ല ഇതിൽ തന്നെയാണുള്ളത്. 12 വർഷമായിട്ട് നമ്മളെ മോൾ ഇവിടെ പഠിച്ച്. എന്താണ് മോളുടെ അംബിഷൻ? എന്താണ്? എഞ്ചിനീയർ, ഡോക്ടർ, നേഴ്സ്, എഞ്ചിനീയർ, ടീച്ചറും ആയി അല്ലേ? അപ്പോൾ എല്ലാവിധ ആശംസകളും ഏജന്റ് നേരുകയാണ്. എന്താ നമ്മളെ പേര്? മേഘന. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളും? നല്ല സ്കൂള്. എത്ര വർഷം ഇവിടെ പഠിച്ചു? 2 വർഷം. 2 വർഷം. ഹൈസ്കൂൾ 9-10 അല്ലേ? എങ്ങനെയുണ്ട് 2 വർഷം കൊണ്ട്? നല്ല സ്കൂളാണ്. ടീച്ചേഴ്സൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ഫ്രണ്ട്ലി. ഇപ്പം നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും നല്ല ഒപ്പത്ത് നിൽക്കുന്ന കട്ട ടീച്ചേഴ്സാണ്. A+ ഒക്കെ അടിപൊളിയായിരുന്നു. ഫുള്ള് ഗംഭീരാക്കി. റിസൾട്ട് വന്നപ്പോൾ ഞെട്ടിപ്പോയോ? ഇല്ല, പ്രതീക്ഷിച്ചതായിരുന്നു. ഓ, അതാണ് പ്രതീക്ഷയാണ് എല്ലാത്തില്ലേ. അപ്പോൾ മോളുടെ അംബിഷൻ എന്താണ്? ഡോക്ടർ ആയിട്ട് എല്ലാവരെയും സെർവ് ചെയ്യണം. പൈസ ഒന്നും മേടിക്കില്ലല്ലോ, അത് കേട്ടാ മതി. അപ്പോൾ എന്താ നമ്മളെ പേര്? അഭിരാമിയുടെ വീട് എവിടെയാണ്? കീഴൂർ. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എക്സാമും അതുപോലെ തന്നെ നമ്മൾ ഈ കടത്തംകടവ് സ്കൂളിൽ ഇത്രയും വർഷം പഠിച്ചപ്പോഴുള്ള മോക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടീച്ചേഴ്സൊക്കെ അടിപൊളിയാണ്. നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ പോലും നല്ല അറിഞ്ഞിട്ട് നമ്മളെ അത്രയും ഹെൽപ്പ് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. മോള് വേറെ എന്തൊക്കെ ഇതിലാണ് ഉള്ളത് ഇവിടെ? NCC. വേറെ പാട്ട് പാടുമോ? ചെറുതായിട്ടല്ലേ? നമുക്കൊരു പാട്ടൊക്കെ പാടിത്തരണം കേട്ടോ. സൗണ്ട് ക്ലിയർ അല്ലാന്നല്ലേ? തണുപ്പ് പിടിച്ചിട്ടുള്ളൂ അല്ലേ? എല്ലാ പാട്ടുകാരും അങ്ങനെ പറയാറ്. ഓക്കെ, എന്താ നമ്മളെ പേര്? ജെനീറ്റയുടെ അടുത്ത് വന്ന വിമാനമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മോളെ എവിടെ വീട്? എൻ്റെ വീട് ഉളിക്കൽ. എങ്ങനെയുണ്ട് ഇവിടുത്തെ നമ്മുടെ ഈ ഒരു സ്കൂളിൽ വന്ന് ഇത്രയും വർഷം പഠിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ പഠിത്തം മാത്രമല്ല, സ്പോർട്സിനും കലാപരമായിട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂളാണ്. ഇപ്പം ഞാൻ സ്പോർട്സിനൊക്കെ ഉള്ളതാണ്. നല്ല സപ്പോർട്ടുണ്ട്. ഇപ്പം എൻ്റെ ക്ലാസ് പോയാലും എന്നെ കവർ ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് ആണെങ്കിലും സാറുമാരും ഇവർ പിള്ളേരും എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു. അല്ലാണ്ട് എനിക്ക് ഒരിക്കലും ഫുൾ A+ കിട്ടില്ല. എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടാണ്. പിന്നെ NCC ആണെങ്കിലും ഞാൻ NCCക്കുള്ള ഉള്ളതാണ്. നല്ല സൂപ്പറാണ്. എല്ലാ സ്കൗട്ട് ആൻഡ് ഗൈഡ് എല്ലാം ഉണ്ട് ഇവിടെ. ഒന്നിനൊരു കുറവില്ല. എനിക്കൊരു മെഡിക്കൽ കോഴ്സ് എടുക്കണമെന്നാണ്. എന്താ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? മെഡിക്കൽ കോഴ്സ് എനിക്ക് ഇഷ്ടമാണ്. പാട്ടൊന്നും പാടില്ല. എന്താ നമ്മളെ പേര്? ഹാദിയ. വീട് എവിടെ? പയഞ്ചേരി. ഫുൾ A+ ആണ്. എത്ര വർഷം ഇവിടെ പഠിച്ചു? 1 മുതൽ 10 വർഷം. 1 മുതൽ 10 വർഷം ഉണ്ടല്ലേ? എങ്ങനെയുണ്ട് നമ്മളെ ഈ കടത്തംകടവ് സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ്? അടിപൊളിയാണ്. എന്തും കൊണ്ടും നല്ലൊരു സ്കൂളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും മൊത്തത്തിൽ നല്ല സ്കൂൾ. ഇവിടെ വരുന്ന നമ്മളെ അനിയന്മാരോട് അനിയത്തിമാരോട് ഇനി എന്താ പറയാനുള്ളത്? മസ്റ്റായിട്ടും പഠിക്കുക. 10ാം ക്ലാസ് നല്ല മാർക്കോടെ കൂടി ജയിക്കാൻ പറ്റും. എന്താണ് അംബിഷൻ? ബിസിനസ് പരമായിട്ട്. അടുത്ത നമ്മുടെ ലുലുവിൻ്റെ ഒക്കെ വലിയ അതിനേക്കാളും വലിയ അല്ലേ? ലുലുവിന് മുതലാളിയാരാ?
യൂസഫ് യൂസഫ് അലിനെക്കോളെ വലിയ ബിസിനസ്സുകാരി ആകാൻ വേണ്ടി ഇരിക്കുകയാണ്. അതൊരു വെറൈറ്റി ഒരു ഉത്തരം കേട്ടോ. എല്ലാവരും എഞ്ചിനീയർ, ഡോക്ടർ, നേഴ്സ്, ടീച്ചറൊക്കെ ആകുമ്പോൾ ഒരു അടിപൊളി ബിസിനസ്സുകാരി. ഗംഭീരം. എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളെ പേര് അന്നാമരിയ. എവിടെ വീട്? മാവുള്ളി. ഇവിടെ എത്ര വർഷമായി? 12 വയസ്സ്. അപ്പോൾ LKG മുതൽ ഇവിടെ തന്നെയാണ്. അതെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ അന്തരീക്ഷം, കാര്യങ്ങളും? ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ പേഴ്സണലി ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഇതാണ്. ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഇവരൊക്കെ ഭയങ്കര എന്താ കമ്പനി, അതിന് അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഫുൾ A+. ഇവരെ സഹായമൊക്കെ ഉണ്ട്. റിസൾട്ട് വന്നപ്പോൾ ഞെട്ടി? അപ്പൊ ഒരു പ്രതീക്ഷയില്ലായിരുന്നോ? എനിക്കൊരു 9A+ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഫുള്ള് കിട്ടി. അടിപൊളി. എന്താണ് അംബിഷൻ? ലെക്ചറർ ആവാ. അടിപൊളി. അപ്പോൾ ഇനി പഠിപ്പിക്കാനാണ് തീരുമാനം? അതെ. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. എന്താ മോനെ പേര്? അനുനന്ദ് കണ്ട ദുൽഖറിനൊക്കെ പോലെ ഉണ്ടല്ലേ? അനുനന്ദിന് ഫുൾ A+ ആണ്. ഇവിടെ എത്ര വർഷമായി പഠിക്കുന്നത്? 5 വർഷം. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? എളുപ്പമായിരുന്നു. പാട്ട് പാടുവോ? പാട്ടില്ല. എന്താ മോന്റെ അംബിഷൻ? എന്താണ്? ചാറ്റേഡ് അക്കൗണ്ട്. ഇനി ഇവിടെ വരുന്ന മോന്റെ അനിയന്മാരോട് അനിയത്തിമാരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇവിടെ വരണം, 10 ഇവിടെ തന്നെ പഠിക്കണം. എന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. കേട്ടോ, 10ാം ക്ലാസ് വരെ ഇവിടെ തന്നെ വന്ന് പഠിക്കണം. ഈ മലയോര മേഖലയിലുള്ള കുട്ടികൾ ഇവിടെ തന്നെ വന്ന് പഠിക്കണം എന്നാണ് ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പറയുന്നത്. എന്താ മോൻ്റെ പേര്? എൻ്റെ പേര് ആൽബിൻ. എവിടെ വീട്? നെല്ലിക്കാമ്പോയിൽ. എങ്ങനെയുണ്ട് മോൻ ഇവിടെ? ഞാൻ LKG തൊട്ട് പഠിക്കാൻ തുടങ്ങിയാണ്. പിന്നെ ടീച്ചേഴ്സാണേലും സാറുമാരാണേലും ഫുൾ സപ്പോർട്ടാണ്. ഞങ്ങളുടെ എല്ലാത്തിനും എല്ലാ കാര്യവും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാറുമാരും ടീച്ചേഴ്സാണ്. പിന്നെ A+ൻ്റെ കാര്യം പറഞ്ഞാൽ ഫുൾ A+ ഉണ്ട്. പിന്നെ എന്താണ് അംബിഷൻ മോൻ്റെ? അംബിഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, നല്ല ക്ലാസ്സൊക്കെ വെച്ച് നിൽക്കുകയാണല്ലേ. എന്താ മോൻ്റെ പേര്? സെൻഹാൻ. എവിടെ വീട്? ഞാൻ ഉളിയിൽ. എങ്ങനെ ഇവിടെ എത്ര വർഷമായി? ഇവിടെ 7 വർഷമായി. 7 വർഷം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ പരീക്ഷയും ക്വസ്റ്റ്യനും അതേപോലെ തന്നെ വിജയമൊക്കെ? എങ്ങനെ? നമ്മൾ എഴുതിയപ്പം വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ശിവൻകുട്ടി സാറ് പ്രസ് കോൺഫറൻസിൽ പറയുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര പേടി. പിന്നെ പെട്ടെന്ന് ഫുൾ A+ കണ്ട് അപ്പോൾ പിന്നെ സന്തോഷമായി. ഇനിയിപ്പം മോൻ്റെ അംബിഷൻ എന്താണ്? ഡോക്ടർ. അടിപൊളി. അപ്പോൾ ഇനി ഇവിടെ വരുന്ന മക്കളോട് എന്താ പറയാനുള്ളത്? അനിയന്മാരോട്, അനിയത്തിമാരോട്? ഇവിടെ വരുന്നവരോട് പറയാനുള്ളത് 10ാം ക്ലാസ് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക. പക്ഷേ ഇവിടുന്ന് പഠിപ്പിക്കുന്നത് മാത്രമല്ല ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും കൂടി ഇവിടുന്ന് സഹായിക്കുന്നുണ്ട്. ഓക്കെ. എന്താ മോൻ്റെ പേര്? ഷെഫിൻ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? ഈസി ആയിരുന്നു. അടിപൊളിയായിരുന്നു. എൻ്റെ മോൻ ഇവിടെ എവിടെയാണ്? ഉളിയിൽ. ഇവിടെ എത്ര വർഷം പഠിച്ചു? 5 വർഷം. 5 വർഷം. എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ഇവിടുത്തെ സ്കൂളും ടീച്ചേഴ്സും അതേപോലെ തന്നെ ഇവിടുത്തെ കായിക? നല്ല പഠനമായിരുന്നു. അടിപൊളിയാണ്. സ്പോർട്സിലൊക്കെ ഉണ്ടോ? ഉണ്ട്. ഏതൊക്കെ ഐറ്റത്തിൽ നമുക്ക് എടുക്കുന്നു? സോഫ്റ്റ് ബോൾ, പിന്നെ അത്ലറ്റിക്. പിന്നെ കണ്ടലറിയുന്ന ഈ ഒരു സ്പോർട്സുകാരനാണെന്ന്. അപ്പോൾ മോൻ്റെ അംബിഷൻ എന്താണ്? എഞ്ചിനീയർ. അപ്പോൾ സ്പോർട്സിലേക്ക് തിരിയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എഞ്ചിനീയറും ആകണം അല്ലേ? ഓക്കെ, എല്ലാവിധ ആശംസകൾ ഏജന്റ് നേരിയാണ്. എന്താ മോൻ്റെ പേര്? താരക്. മോൻ്റെ വീട് എവിടെയാണ്? പെരുമണ്ണ്. എങ്ങനെ ഇവിടെ എത്ര വർഷമായി? 12 വർഷം. അടിപൊളി. ഫുൾ A+ ആണ്? അല്ലല്ല, 9A+ വരെയും. 9A+ ഒരെയും. അത് കുഴപ്പമൊന്നുമില്ല, അത് ഗംഭീര വിജയമല്ലേ അല്ലേ? പിന്നെ മോൻ്റെ അംബിഷൻ എന്താണ്? എഞ്ചിനീയറാണ്. എവിടെ ചെയ്യുന്നു? +2 കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ അല്ലേ? എന്നാൽ ഏത് കോളേജ് ഇപ്പോൾ മനസ്സിലുള്ളത്? കോളേജ് നിർമ്മലഗിരി. നിർമ്മലഗിരി പോകണമെന്നൊക്കെ ഉണ്ട് അല്ലേ? എന്താ മോൻ്റെ പേര്? ഞാൻ അഭിരാം. എവിടെ വീട്? ഇരിട്ടി, നേരമ്പോക്കിൽ. എങ്ങനെയുണ്ട് മോൻ ഇവിടുത്തെ സ്കൂളും പഠിത്തവും അന്തരീക്ഷമൊക്കെ? സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സായിട്ടും എല്ലാവരുമായിട്ടും പേഴ്സണായാലും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. ആർട്ട് സ്പോർട്സ് എല്ലാം ആയിട്ട് സ്കൂൾ മാനേജ്മെൻ്റ് ആയാലും എല്ലാത്തിനും സപ്പോർട്ട് എടുക്കുന്ന. എന്താണ് അംബിഷൻ? എന്താണ് മോൻ്റെ അംബിഷൻ? +2 കഴിഞ്ഞ് കോഴ്സ് അങ്ങനെ CA ചാറ്റേഡ് അക്കൗണ്ട് ഒക്കെ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവിധ ആശംസകൾ ഏജന്റ് നേരിയാണ് കേട്ടോ. എന്താ മോൻ്റെ പേര്? അജിൽ. എവിടെ വീട്? പുളിക്കല്. എങ്ങനെ ഇവിടെ എത്ര വർഷമായി? 7 വർഷം. എങ്ങനെയുണ്ട് ഇവിടുത്തെ നമ്മുടെ അന്തരീക്ഷം, കാര്യങ്ങളൊക്കെ? നല്ല ടീച്ചേഴ്സൊക്കെ ഫ്രണ്ട്ലിയാണ്. എല്ലാ കാര്യം തുറന്നു പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നല്ല. ഇവിടെ വരുന്ന മക്കളോട് എന്താ പറയാനുള്ളത്? ഇവിടെ തന്നെ ആയിരുന്നു. നല്ല 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ഇവിടെ നല്ല ഇതാണ്. നല്ല പഠിപ്പിക്കാൻ എല്ലാ കലാകായിക എല്ലാ ഇതിലും നമ്മുടെ സ്കൂള് മികച്ചു നിൽക്കുകയാണ് അല്ലേ? അതെ. ഓക്കെ. അംബിഷൻ എഞ്ചിനീയർ. ഓക്കെ. എന്താ മോൻ്റെ പേര്? കൈലാസ്. അടിപൊളി. അപ്പോൾ മോൻ്റെ വീട് എവിടെയാണ്? കീഴൂർ. മോന് അംബിഷൻ എന്താണ്? ഒരു സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പം ബിൽഡിംഗ് ഒക്കെ ഒരുപാട് കെട്ടിപ്പൊക്കാനാണ് താല്പര്യം? അതിൻ്റെ ഡിസൈനിങ് ഒക്കെ. പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ? അടിപൊളി. ടീച്ചർമാരും ഫ്രണ്ട്ലിയാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് കൃത്യമായിട്ടുള്ള പഠിത്തം. റിസൾട്ട് വന്നപ്പോൾ ഞെട്ടിയാ? പ്രതീക്ഷിച്ചിന്.
വലുതായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ. ഇനിയിപ്പം ഭാവിയിൽ ഒരുപാട് ഹയർ സെക്കൻഡറി, അത് +2, അതുപോലെ തന്നെ മുന്നോട്ടുള്ള എല്ലാ പഠനങ്ങൾക്കും എല്ലാവിധ ആശംസകൾ ഏജന്റ് നേരുകയാണ്. അപ്പോൾ നമ്മുടെ സെൻറ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മികച്ച വിജയം നേടിയ ഒരുപറ്റം കുട്ടികളാണ് ഇപ്പോൾ നമ്മോടൊപ്പം അവരുടെ വിശേഷങ്ങൾ പങ്കുവെച്ചത്. നീണ്ട വർഷങ്ങളുടെ അധ്വാനമാണ് ഈ ഒരു വിജയത്തിലേക്ക് ഇവരെ എത്തിച്ചിരിക്കുന്നത്. അതിന് ഇവരുടെ ഒരുപാട് അധ്യാപകരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ്, അതുപോലെ തന്നെ ഫ്രണ്ട്, ഇവരുടെയൊക്കെ കഴിവിൻ്റെ ഫലമാണ് ഇവരിപ്പോൾ ഇവിടെ ഈ ഒരു മികച്ച വിജയം, ഇന്നും വിജയം നേടി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവർ പഠനത്തിൽ മാത്രമല്ല കലാകായിക രംഗങ്ങളിലൊക്കെ മികച്ച മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഏജന്റായിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാൻ വേണ്ടി നമ്മുടെ ആര്യ കുട്ടി വന്നിട്ടുണ്ട്. ഏത് പാട്ടാണ് മോളെ പാടുന്നത്? മേലെ മേലെ മാനം. മേലെ മേലെ മാനം. ഓക്കെ, പാടി. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. വേനൽ കിനാവിൻ്റെ ചെപ്പിൽ വീണു മയങ്ങുമെൻ മുത്തേ, നിന്നെ തഴുകി തലോടാൻ നിർവൃതിയോടെ പുണരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. അടിപൊളി, ഗംഭീരമായിട്ട് നമ്മൾ ആതിര മോള് പാടി. പാട്ട് പാടി. ആര്യ മോള് പാടി. പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, പാട്ട് പഠിക്കുന്നില്ല, എന്നിട്ടും പാടിയില്ല. അടിപൊളി, ഗംഭീരം. കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇത് ഏതൊക്കെ ഐറ്റത്തിന്? ഗ്രൂപ്പ് സോങ്ങിന്. ഗ്രൂപ്പ് സോങ്, പിന്നെ നാടകം. ഇല്ല, ഗ്രൂപ്പായിട്ടാ പാടും. പിന്നെ നാടകം. നാടകം. മികച്ച വിജയം നേടി. പഠനത്തിൽ മാത്രമല്ല കായിക രംഗങ്ങളിലൊക്കെ. അപ്പോൾ വേറെ ആരാ പാട്ട് പാടിത്തരാ? ഭാവിയിലെ യേശുദാസും ചിത്രയൊക്കെയാണ് നമ്മുടെ കടത്തൻകടവ് ഉള്ളത്. ഏത് പാട്ടമ്മ പാടുക? ഏത് പാട്ട്? മോനിഷ്ടമുള്ള പാടി. ജൂപ്പിറ്റർ മഴ നനയാം, ചന്ദ്രനെ നോക്കിയിരിക്കാം, ചൊവ്വലൊരു മാളിക കെട്ടാം, നിനക്കായി ഞാൻ തിരികെ വരുമോ നീ എന്നരികിലണയുവാൻ, ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ, ഓർക്കുന്നോ വരിയരികിൽ മഴ തോരും നേരത്തായി, മിഴിയരികെ നീ നിന്നോ മുറിവേറ്റ ശലഭം നീ, നിറമേറാൻ ഞാനരികെ തുണയേറാൻ ഞാനരികെ, എന്നോ ഞാൻ അകലെ പരലോകം കാണാൻ നീങ്ങൊന്നേ, കരയാൻ വയ്യ നിന്നെ പിരിയാൻ വയ്യ, വിധിയെല്ലാം വരനായി അകലുന്നു ഞാൻ, പാർക്കാമായ ലോകത്ത് കനവെല്ലാം നിറയും ലോകത്ത് അലയാ അറിയാം വാലാവിൻ മധുവായി. താങ്ക് യു. അപ്പോൾ നമ്മുടെ കടത്തൻകടവ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടുന്ന് നല്ല മികച്ച വിജയം നേടി ഉന്നത പഠനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു, പരിചയപ്പെട്ടു. അവർ പഠനത്തിൽ മാത്രമല്ല കായിക രംഗങ്ങളിലൊക്കെ മികച്ച പ്രവർത്തനം നടത്തുന്ന വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ പ്രിൻസിപ്പാൾ മിനി സിസ്റ്റർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് മികച്ച വിജയം നേടിയ കുട്ടികളോട് പറയാനുള്ളത്? സെൻറ്റ് ജോൺസിൻ്റെ പേര് നിലനിർത്തിയ നമ്മുടെ എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ആൻഡ് ഞങ്ങൾക്ക് വലിയ ഒരു പ്രൗഡ് മൊമെൻ്റാണിത്. വി ഫീൽ പ്രൗഡ് ഓഫ് യു ഫോർ കീപ്പിംഗ് അപ്പ് ദ നെയിം ഓഫ് ദ സ്കൂൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഓക്കെ, മികച്ച വിജയം നേടി നമ്മുടെ കടത്തൻകടവ് സെൻറ് ജോൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ സിസ്റ്റർ, പ്രിൻസിപ്പാളൊക്കെ അവർക്ക് മുന്നോട്ടുള്ള എല്ലാ പഠനത്തിലും വിജയ ആശംസകളൊക്കെ നേർന്നിരിക്കുകയാണ്. അപ്പോൾ മലയോരത്തിൻ്റെ യശസ് വാനോളം ഉയർത്തി നിൽക്കുകയാണ് നമ്മുടെ കടത്തൻകടവിലെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. അപ്പോൾ ഈ കുട്ടികൾക്കും അതേപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ 100% അഭിനന്ദനങ്ങൾ ഏജന്റ് നൽകുകയാണ്. ക്യാമറമാൻ ഡോളമിക്കും ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.